നിങ്ങൾ അറിഞ്ഞ നമ്മളെ നേമത്ത് BJP-ക്കാർ UP-ൽ നിന്നൊക്കെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇറക്കി പ്രചരണം നടത്തണമെന്നാണ് ശിവൻകുട്ടി മാമച്ചി പറയുന്നത് കേട്ടോ. ശിവൻകുട്ടി മാമച്ചി പറയുന്നു UP-ൽ നിന്ന് നൂറുകണക്കിന് UP രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ തേരാപ്പാര നേമത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. പണമെല്ലാം കുത്തൊഴുക്കാണെന്ന്, പണത്തിന്റെ കുത്തൊഴുക്കാണ് BJP-ക്കാരെ നടത്തിക്കൊണ്ട് ഭരണം പിടിക്കാനുള്ള തന്ത്രത്തിലാണ് അവർ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് ശിവൻകുട്ടി മാമച്ചി പറയുന്നത് കേട്ടോ. എനിക്ക് ശിവൻകുട്ടി മാമച്ചിയോട് പറയാനുള്ളതെന്ന് പറയുന്നത്, ഇന്ത്യ മുഴുക്ക BJP-ക്കാർ ഭരിക്കുന്നത് കൊണ്ടാണല്ലോ ഒരു UP നിന്നൊക്കെ ആളെ ഇറക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണല്ലോ ഈ ത്രിപുരയും ബംഗാളും ഒക്കെ. 10-40 വർഷമൊക്കെ അവിടെ ഭരിച്ചതല്ലേ. അവിടെ നിന്നൊക്കെ ആൾക്കാരെ ഇങ്ങോട്ട് ഇറക്കി ഇവിടെ പ്രചരണം നടത്തണമെന്നാണ് എനിക്ക് ശിവൻകുട്ടി മാമച്ചിനോട് പറയാനുള്ളത്. ഓക്കെ, നമ്മളങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ BJP-ക്കാരെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ കേരള ഉൾപ്പെടെ ഈ മുഴുവൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് വേരുണ്ട്. കേരളത്തിൽ സീറ്റില്ലെങ്കിലും അവർ കേരളത്തിൽ എത്രത്തോളം വളർച്ചയുണ്ടെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിഷയത്തിന് എന്തിനാണ് മാമച്ചി ഇത്രയ്ക്ക് വിഷമം ഉണ്ടാവണത് മാമച്ചിക്ക്? മാമച്ചി നാട്ടിലുള്ള SDP പോലെയുള്ള വർഗീയവാദികളെയും തീവ്രവാദികളെയും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് മാമച്ചി ഇലക്ഷന് ജയിക്കാൻ വേണ്ടി മാമച്ചി കിടന്ന് ഒരുപാട് കളി കളിച്ചുകൊണ്ടിരിക്കുന്നു. മാമച്ചിയോ മാമച്ചിയുടെ പാർട്ടിക്കാരോ ആരും പറയുന്നില്ല നമുക്ക് SDP പോലെയുള്ള തീവ്രവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന്. നിങ്ങൾ ആരും പറയുന്നില്ല. നിങ്ങളോട് പത്രക്കാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് തോമസ് ഐസക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ SDP വോട്ട് വേണ്ടെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്നാണ്. ഈ തോമസ് ഐസക്കിനെ പോലെയുള്ള ബുദ്ധിയില്ലാത്ത, ഒരു ബോധവും പൊക്കണവും ഇല്ലാത്ത ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഈ ഡയലോഗ് ഉണ്ടല്ലേ, അവരുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം ഞങ്ങൾ മണ്ടന്മാരാണോ? ഈ മണ്ടന്മാരാണോ എന്ന് ഞങ്ങളോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, നിങ്ങളെപ്പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമേ കേരളത്തിൽ ബുദ്ധിയുള്ളൂ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിയില്ലെന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ നാട്ടിലുള്ള സകല തീവ്രവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ അധികാരം പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് BJP-ക്കാർ അവർക്ക് സ്വാധീനമുള്ള UP-ൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളെ കൊണ്ടുവന്ന് പ്രചരണം നടത്തുന്നതിന് എന്താണ് കുഴപ്പം? നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ചുള്ള ആളുകളെ നിങ്ങളുടെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പ്രചരണം നടത്തുന്നു. അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളുടെ നിയമമണ്ഡലത്തിൽ പ്രചരണം നടത്തുന്നു. ഇപ്പം എന്താണ് ഇത്ര വലിയ ആശ്ചര്യപ്പെടാനുള്ള കാരണം? എനിക്കറിയില്ല.